Watch full episodes on Jio Hotstar. ഹോളി ഉത്സവത്തിന്റെ നിറങ്ങൾ എന്റെ സ്പ്രേ ഗൺ ഫുള്ളായി കഴിഞ്ഞു. ഇത് വലിയ ബലൂൺ ഡിസ്റ്റിങ്ഷൻ. ഇന്ന് നീ ഹോളിയിൽ എന്റെ മുന്നിൽ തോറ്റ് പിൻവാങ്ങും. ആദ്യം ഹോളി കളിക്കാൻ നീ ഡിസ്റ്റിങ്ഷൻ വാങ്ങ്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ചേടാ, ഇതാണ് ശരിക്കുമുള്ള അവസരം. പട്ടുവർദ്ധൻ, നീ ചെന്ന് ആ രണ്ടുപേരുടെയും നടുക്ക് നിൽക്ക്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ചേടാ, എല്ലാവരും ഹോളി ആഘോഷിക്കുകയാണ്. പക്ഷെ എനിക്കറിയില്ല എന്റെ ഹോളി എപ്പോ വരുമെന്ന്. കമോൺ ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. ഇത്രയും കാലമായിട്ട് കളേഴ്സിന്റെ ഒരു തുള്ളി എന്റെ ദേഹത്ത് പതിക്കാനായി ഞാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ ഇപ്രാവശ്യം ഹോളി ഞാൻ തീർച്ചയായും കളിച്ചിരിക്കും. ചുവപ്പ്, മഞ്ഞ, നീല നിറങ്ങൾ. ആ നിറങ്ങളോട് ഞാൻ ഉരുണ്ടു പേരണ്ട് ഓടും. കളർഫുള്ളായ രാജാവായി മാറും. കളറിട്ട് കഴിഞ്ഞു. അടുത്തത് ചെയ്യേണ്ടത് മസ്റ്റ് മിക്സ്. ഇറ്റ്സ് റെഡി. എടുക്കേ. ഓക്കേ ക്യാപ്റ്റൻ. മരമണ്ടന്റെ പേര് ഗോലിയാണ്. അവന്റെ ബ്രെയിൻ വളരെ സ്ലോ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. തെറ്റിദ്ധരിക്കണ്ട, ഇന്ന് ഹോലിയാണ്. പിന്നെ ഗോപാലിനും ലക്ഷ്മണനും നിറങ്ങളിൽ കുളിപ്പിക്കാൻ കളർ നിറച്ച ബക്കറ്റ് റെഡിയാണ്. ഞാൻ ആ വെള്ളത്തിൽ അത്തരത്തിലൊരു കളർ ആഡ് ചെയ്തിരിക്കുക. അതില് വീണ് കഴിഞ്ഞാലുണ്ടല്ലോ സോപ്പ് പോലും തോറ്റു പോകും. കളർ ഒരിക്കലും പോവില്ല. അത് കൊള്ളാമല്ലോ. ഇതുപോലൊരു കളർ, അത് നനച്ച് സോപ്പ് തന്നെ ഇല്ലാതാകണം. ഞാൻ ആദ്യം ആ കളറിൽ നനയാൻ പോവുകയാണ്. ഓക്കെ, ഗോപു ലക്ഷ്മണനും ഇപ്പൊ വരും. വാ നമുക്ക് മരത്തിന്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കാടാ. വാ ലക്ഷ്മൺ, ഗോപാല് വരുമ്പോളേ നീ ആ കയറ് വിട്ടേക്ക്. ഗോപാലിനത് മനസ്സിലാവട്ടടാ. ഹോളി ഇങ്ങനെ കളിക്കട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കാടാ. ഗോപാൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ ആ കളറിൽ നനഞ്ഞിട്ട് കളർഫുള്ളായി മാറാൻ പോവുകയാണ്. എടാ ഗോപാല, ബക്കറ്റിന്റെ താഴെ എത്തി കഴിഞ്ഞടാ. ഇവന്മാര് വരവിരിച്ച് വെച്ചിരിക്കുന്നത് ഗോപാലിന് വേണ്ടിട്ടായിരിക്കും. ഗോപു, നീ ഇവിടെ ഉണ്ടോ? അപ്പോ അവിടെ വരുന്നത് ആരാ? പ്രിൻസിപ്പൽ സാർ ഇങ്ങനെ ഇവിടെ എത്തിയത്? ഞാനത് തടഞ്ഞു നിർത്തണല്ലോ. എടാ മാധവ, ഈ പരിപാടിയൊക്കെ നീ ഉണ്ടാക്കിയതാണെന്ന് പ്രിൻസിപ്പൽ സാർ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേക്കും, പറഞ്ഞേക്കാം. പക്ഷേ ഞാൻ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് മാധവ? സാർ, ഒരു പക്ഷേ ഈ സ്കൂളിലൂടെ നിറങ്ങളുടെ നദി ഒഴുകി പോകും, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് നിറങ്ങളുടെ ബലൂൺ വന്ന് വീഴുകയും ചെയ്യും. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ മേത്ത് ഒരു തുള്ളി കളർ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ നമ്മളെ ഹോളി കളിക്കാൻ സമ്മതിക്കില്ലെന്നാണ് തോന്നുന്നേ. മാധവ, ഹോളിയിലും മറ്റുള്ളവരെ നിറങ്ങൾ കൊണ്ട് നനയ്ക്കേണ്ടത്, അല്ലാതെ സ്വയം നനയല്ലേ വേണ്ടേ. മാധവ, നിന്റെ കളർ മുഴുവനും ഞാൻ കഴുകിക്കോളാം. തേച്ച് സോപ്പ് തീർന്നു പോവുകയുള്ളൂ, പക്ഷേ ഈ കളർ പോവില്ല. ഹോളി ദിവസം മറ്റുള്ളവരെ കളർ കൊണ്ട് നനയ്ക്കണം. നമ്മൾ മാധവനെയും അവന്റെ ശിങ്കിടികളെയും ഈ കളർ കുളത്തിൽ വീഴ്ത്തും. എന്താ അടിപൊളിയായിരിക്കും. മാധവൻ ഓൾറെഡി കളർഫുൾ ആയി മാറിയിരിക്കല്ലേ. ഇനി അവൻ ഇതിന്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അവൻ മൾട്ടി കളർ ആവുമല്ലോ. എന്നാ വേഗം വാ. കൊള്ളാം,
മാധവ് അടുത്തൊന്നുമില്ല. പിന്നെ ഗോപാൽ ഇവിടെ എങ്ങും കാണാനില്ല. ദൂരെ മാറി നിൽക്കുകയാണ്. ഈ സമയം നോക്കി എനിക്ക് കളർഫുൾ ആയി മാറണം. ഇപ്പൊ അവന്മാര് മൊത്തം ആ കുളത്തിനകത്ത് വീഴും, നോക്കിക്കോ. അല്ലടാ, അതൊരു കുഴിയാ. എടാ മാധവ, നീ ഇവിടെ? ഓ നോ, പ്രിൻസിപ്പൽ സാർ എങ്ങനെയാ ഇവിടെ? അദ്ദേഹത്തിന് എങ്ങനെയാ തടഞ്ഞു നിർത്തണം? പ്രിൻസിപ്പൽ സാർ ഇപ്പോ നീ ഉണ്ടാക്കി വെച്ചിരുന്ന കുഴിയുടെ നേർക്കാ നടന്നു വരുന്നത്. അദ്ദേഹം ആ കുഴിയിൽ ഡബക്കുന്നു വീണ് കഴിഞ്ഞാൽ നീ സ്കൂളിൽ നിന്ന് ചബക്കുന്ന ഔട്ടായി പോവടാ. കാണുന്നുണ്ടോടാ നീ? കൊള്ളാം, മൾട്ടി കളേഴ്സ്. ചേടാ, നീ ഇതെന്ത് കാര്യമാ ചെയ്തത് ഗോപാൽ? സാർ ഇത് കണ്ടോ? ഞാൻ കറക്റ്റ് സമയത്ത് ഇവിടെ വന്നില്ലായിരുന്നെങ്കിലേ നിങ്ങളെ കുഴിക്കകത്ത് വീണ് പോകുമായിരുന്നു. നിങ്ങളുടെ ഈ വെളുത്ത കുർത്ത മുഴുവനും കളർ കൊണ്ട് നനഞ്ഞേനെ. പിന്നെ നിങ്ങളുടെ മുഖം കണ്ടാൽ പോലും ആർക്കും അടയാളം അറിയില്ല സാർ. ചേടാ, അങ്ങനെ തന്നെ ആകാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും. സാർ, സ്കൂളിൽ ഒരുപക്ഷെ നിറങ്ങളുടെ നദികൾ ഒഴുകിയാലും ശരി, ആകാശത്ത് നിന്ന് കളർഫുൾ ബലൂൺ പൊട്ടിയാലും ശരി, നിങ്ങളുടെ മേത്ത് ഒരു തുള്ളി കളർ പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല സാർ. ഇത് എന്റെ വാക്കാണ്, എന്റെ ശപഥം. ശരി ശരി, ഈ ചാൻസ് മിസ്സായി പോയല്ലോ. മതിയടാ, ഇപ്രാവശ്യം ഗോപു എന്റെ ബലൂൺ അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. അവൻ ഒരു ബലൂൺ എറിയുമ്പോ നമ്മൾ 10 വലിച്ചെറിയും. ഇനി നടക്കാൻ പോകുന്നു ബലൂൺ വാർ. ഇതാണ് ശരിയായ അവസരം. ഗോപാലും മാധവും നിന്ന് കളിക്കുമ്പോ ഞാൻ നടുക്ക് ചെന്ന് നിന്ന് ആഘോഷിക്കാൻ പോവുകയാ. ഇനി എന്നെ ആർക്കും തടയാനാവില്ല. ഇനി നല്ല രസമല്ല, ഇത് അതിരസമായിരിക്കും. ബോയ്സ്, ready for the attack. ഇനി അവർ എത്രയും പെട്ടെന്ന് ബലൂൺ വാർ തുടങ്ങും. അപ്പൊ ഞാൻ അവരുടെ നടുക്ക് ചെന്ന് നിൽക്കും. പിന്നെ ഞാൻ കളർ മഴയിൽ നനഞ്ഞു കുതിരും. ആരും എന്റെ ദേഹത്ത് കളർ അടിച്ച് വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല. അഥവാ ആരെങ്കിലും എന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഞാൻ ഈ വാട്ടർ സ്പ്രേ യൂസ് ചെയ്ത് അവന്റെ കളർ മൊത്തം തട്ടിമറിക്കും. ആരാടാ കളർ വെച്ചത്? ഏതവനാടാ അത്? ആരാടാ അത്? ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വാടാ. എന്റെ മേത്ത് നിങ്ങളൊക്കെ കളർ ഒഴിച്ചു, പക്ഷെ പ്രിൻസിപ്പൽ സാറിന്റെ മേത്ത് ഒരു തുള്ളി കളർ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ നോക്കിക്കോ. കാത്തിരിപ്പിന്റെ സമയം അവസാനിച്ചു. അതേ നിറങ്ങളുടെ സമയം വന്നിരിക്കുന്നു. കണ്ടോ സാർ, നിങ്ങളുടെ മേത്ത് ഒരു ബലൂൺ വീഴാൻ പോലും ഞാൻ സമ്മതിച്ചില്ല. അതെ, ഈ സ്കൂള് മൊത്തം നിറങ്ങൾ നിറഞ്ഞ നദി ഒഴുകിയാലും ശരി, ആകാശത്തു നിന്ന് ഒരു വലിയ ബലൂൺ താഴെ വീണാലും ശരി. നോ നോ, പപ്പി, നിങ്ങൾ നിറങ്ങളിൽ നിന്നും എന്നെ മാറ്റി നിർത്തുന്നത്, എന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നത് എന്തുകൊണ്ടാ? ചുവപ്പ്, പിങ്ക്, നീല, മഞ്ഞ, അങ്ങനെ എത്ര കളറുകൾ. ഈ കളറുകളെല്ലാം എന്റെ വെള്ളക്കുർത്തയിൽ വേണം. സാർ, നിങ്ങളിപ്പോ എന്തായി പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് ഹോലി കളിക്കണോ? നിങ്ങൾക്ക് കളറിൽ നനയണോ? സാർ, നിങ്ങൾക്ക് ചുമപ്പും മഞ്ഞ നിറയൊക്കെ വേണോ സാർ? അതേടാ അതെ, ഞാൻ ഇനിയും കളറിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ എന്റെ മുഖം ചുവപ്പും മഞ്ഞയുമായി മാറും ദേഷ്യം കൊണ്ട്. ആഹാ, ബലൂ. അറ്റാക്ക്.
Watch India's largest kids library only on Jio Hotstar. Download the app now.